നഗര കോലാഹലങ്ങളിൽ നിന്നു മാറി ഉയർന്ന കുന്നിൻ ചെരുവിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ശ്രീശൈലം എന്ന ബംഗ്ലാവ് പുറമേ നിന്ന് നോക്കുന്ന ഏവരിലും അത്ഭുതമുണർത്തുന്നതായിരുന്നു. നഗരത്തിലെ പ്രമുഖ ബിസിനസ്സുകാരനായ ശേഖരന്റെ ആ കൊട്ടാര സാദൃശ്യമായ വീട്ടിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അലങ്കാര വസ്തുക്കളും മിനുസമാർന്ന മാർബിൾ തറകളും അത്യാധുനിക ആഡംബര കാറുകളും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ തിളക്കങ്ങൾക്കിടയിൽ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളോ സ്നേഹമോ ഇല്ലാത്ത ഒരു കനത്ത നിശബ്ദത എപ്പോഴും തങ്ങി നിന്നു. ശേഖരന് തന്റെ ബിസിനസ് വളർച്ചയും ഭാര്യയ്ക്ക് വരേണ്യവർഗ സൊസൈറ്റി പാർട്ടികളുമായിരുന്നു ലോകം. ഈ തണുത്തുറഞ്ഞ ആഡംബരങ്ങൾക്കിടയിൽ തികച്ചും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അവരുടെ ഏകമകൾ അനാമികയുടേത്. ഹാവലെ ബംഗ്ലാവ് അവൾക്കൊരു തടവറ പോലെയായിരുന്നു. ആരും കേൾക്കാനില്ലാത്ത ഒറ്റപ്പെടൽ അവളുടെ പഠനത്തെയും ബാധിച്ചു. പ്രത്യേകിച്ച് കണക്ക് അവൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. +2 പരീക്ഷ അടുത്തെത്തിയിട്ടും കണക്കിൽ തുടർച്ചയായി കുറഞ്ഞ മാർക്കുകൾ ലഭിച്ചതോടെ കുടുംബത്തിന്റെ അന്തസ്സിന് കളങ്കമുണ്ടാകരുതെന്ന് കരുതിയ ശേഖരൻ മകൾക്കായി പുതിയൊരു ട്യൂഷൻ അധ്യാപകനെ ഏർപ്പെടുത്തി. അങ്ങനെയാണ് നിവേദ് വലിയ പടിവാതിൽക്കൽ എത്തുന്നത്. ഗവൺമെന്റ് കോളേജിൽ MSc മാത്തമാറ്റിക്സിന്റെ അവസാന വർഷ വിദ്യാർത്ഥിയായ നിവേദ് തികച്ചും ദരിദ്രമായ സാഹചര്യത്തിൽ നിന്നാണ് വന്നത്. അവന്റെ തോൾസഞ്ചിയിൽ പുസ്തകങ്ങൾക്കൊപ്പം രോഗിയായ അമ്മയുടെ മരുന്നുകുറിപ്പുകളും അനിയത്തിയുടെ ഫീസിനെ കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടായിരുന്നു. ട്യൂഷൻ എടുത്താണ് അവൻ കുടുംബം പോറ്റിയിരുന്നത്. ശ്രീശൈലം എന്ന ബംഗ്ലാവിന്റെ വലിയ ഗേറ്റ് കടന്ന് പൂമുഖത്തെ പടവുകൾ കയറുമ്പോൾ തന്റെ പഴകിയ ചെരുപ്പുകളിലേക്ക് നോക്കി അവൻ ഒരു നിമിഷം നിശ്ചലനായി. സ്വന്തം ദാരിദ്ര്യവും അവരുടെ ആഡംബര ജീവിതവും തമ്മിലുള്ള വലിയ അന്തരം അന്നാണ് അവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞത്. അനാമികയുടെ പഠനമുറിയിലേക്ക് കയറിയപ്പോൾ ജനലിനരികിലെ സ്റ്റഡി ടേബിളിൽ അവൾ അവനെ കാത്തിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ പഠനത്തോടുള്ള താല്പര്യത്തെക്കാൾ വലിയൊരു മടുപ്പായിരുന്നു നിറഞ്ഞിരുന്നത്. അഹങ്കാരിയായ ഒരു പണക്കാരി കുട്ടി എന്നായിരുന്നു ആദ്യ കാഴ്ചയിൽ നിവേദ് കരുതിയത്. തങ്ങൾക്കിടയിലെ സാമ്പത്തിക അകലം മനസ്സിലാക്കി തികച്ചും ഒരു അധ്യാപകന്റെ ഗൗരവത്തോടെയാണ് അവൻ സംസാരിച്ചത്. എന്നാൽ പഠനം ആരംഭിച്ചതോടെ കാര്യങ്ങൾ മാറി. സാധാരണ അധ്യാപകരെ പോലെ കർക്കശനാകാതെ ശാന്തമായും ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും അവൻ സമവാക്യങ്ങൾ വിശദീകരിച്ചു. അവന്റെ ലളിതമായ പെരുമാറ്റം അനാമികക്ക് പുതിയൊരു അനുഭവമായി. ഇതുവരെ കണ്ട അധ്യാപകരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരന്റെ സാന്നിധ്യം അവളുടെ മനസ്സിലെ മടുപ്പിനെ പതിയെ മായ്ച്ചു കളയാൻ തുടങ്ങി. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്ന രണ്ട് മനുഷ്യരുടെ ജീവിതയാത്രയ്ക്ക് ആ പഠനമുറിയിൽ തുടക്കമായി. ട്യൂഷൻ ക്ലാസുകൾ ആരംഭിച്ച ആദ്യ ആഴ്ചകളിൽ അവരുടെ ബന്ധം കേവലം പഠനത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നു. വൈകുന്നേരം കൃത്യസമയത്ത് നിവേദ് ബംഗ്ലാവിലെത്തും. അനാമികയുടെ പഠനമുറിയിലെ വലിയ സ്റ്റഡി ടേബിളിലിരുന്ന് കണക്കിലെ പാഠഭാഗങ്ങൾ വിശദീകരിക്കുകയും സമയം കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ഒതുക്കിവെച്ച് ശാന്തമായി പുറത്തേക്കിറങ്ങും. തങ്ങൾക്കിടയിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ വലിയ അന്തരത്തെക്കുറിച്ച് നിവേദിന് എപ്പോഴും വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. പണക്കാരന്റെ വീടാണെന്നതിനാൽ അല്പം പോലും അതിരുവിട്ട പെരുമാറ്റം തന്റെ ആത്മാഭിമാനത്തെയും കുടുംബത്തിന്റെ പ്രതീക്ഷകളെയും ബാധിക്കുമെന്ന് അവൻ കരുതി. അതുകൊണ്ട് തന്നെ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നും അവൻ സംസാരിച്ചിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ മുറിക്കുള്ളിലെ നിശബ്ദത നിവേദിനെ പലതും ചിന്തിപ്പിച്ചു. ആദ്യ ദിവസങ്ങളിൽ അനാമികയുടെ മുഖത്ത് കണ്ട മടുപ്പ് പഠിക്കാനുള്ള വിമുഖത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അല്ലെന്ന് അവൻ പതിയെ തിരിച്ചറിഞ്ഞു. ആ വിശാലമായ ബംഗ്ലാവിലെ അത്യാധുനിക സൗകര്യങ്ങൾക്കിടയിലും അവൾ തികച്ചും ഒറ്റപ്പെട്ടവളായിരുന്നു. ജനലിനപ്പുറത്തെ ലോകത്തേക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ ആരോടും പങ്കുവെക്കാനാകാത്ത ഒരു വലിയ സങ്കടത്തിന്റെ നിഴലുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ സ്നേഹവും കരുതലും ലഭിക്കാതെ സ്വന്തം വീട്ടിൽ തന്നെ അപരിചിതയെ പോലെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി. ആ തിരിച്ചറിവ് നിവേദിന്റെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. കണക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയന്നിരുന്ന അനാമികയ്ക്ക് കടുപ്പമേറിയ സമവാക്യങ്ങളും സങ്കീർണമായ ഫോർമുലകളും അവൻ വളരെ ലളിതമായി വിശദീകരിച്ചു കൊടുത്തു. പുസ്തകത്തിലെ വിരസമായ ചോദ്യങ്ങൾക്കപ്പുറം ദൈനംദിന ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങളിലൂടെ അവൻ കണക്കിനെ എളുപ്പമാക്കി. നിവേദിന്റെ ഈ അധ്യാപന രീതി അനാമികയെ അത്ഭുതപ്പെടുത്തി. മുൻപ് വന്ന ട്യൂഷൻ അധ്യാപകരെല്ലാം ദേഷ്യപ്പെടുകയും കർക്കശമായി പെരുമാറുകയും ചെയ്തിരുന്നിടത്ത് ശാന്തവും സൗമ്യവുമായ രീതിയിൽ പഠിപ്പിക്കുന്ന നിവേദിനോട് അവൾക്ക് വലിയ ബഹുമാനം തോന്നി. അങ്ങനെ ആ ട്യൂഷൻ മണിക്കൂറുകൾ അനാമികക്ക് തന്റെ ഒറ്റപ്പെടലിൽ നിന്നുള്ള വലിയൊരു ആശ്വാസമായി മാറി. വൈകുന്നേരങ്ങളിൽ നിവേദ് വരുന്നത് കാത്തിരിക്കാൻ അവളുടെ മനസ്സ് പതിയെ ശീലിച്ചു. കണക്കിലെ സംശയങ്ങൾ ചോദിക്കുന്നതിനൊപ്പം അവൾ നിവേദിന്റെ ഭാവമാറ്റങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. എപ്പോഴും ഗൗരവത്തോടെ നടക്കുന്ന, അധികം സംസാരിക്കാത്ത,
ആ അധ്യാപകന്റെ ഉള്ളിലും എന്തോ വലിയൊരു ഭാരം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു ദിവസം വൈകുന്നേരം പഠനം അവസാനിപ്പിച്ച് ട്യൂഷൻ അവസാനിപ്പിക്കാൻ നേരത്താണ് അത് സംഭവിച്ചത്. സംശയങ്ങളെല്ലാം തീർത്ത് നിവേദ് തന്റെ പേന തോൾ സഞ്ചിയിലേക്ക് വെക്കുകയായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നിരുന്ന അനാമിക പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ മുഖത്ത് അപൂർവമായി മാത്രം കാണുന്ന ഒരു കൊച്ചു പുഞ്ചിരിയും നേർത്തൊരു നാണവും വിരിഞ്ഞിരുന്നു. സാറിനി എപ്പോഴും ഇത്ര ഗൗരവമായിരിക്കണമോ? ദിവസവും ഈ കണക്കുകൾ പഠിപ്പിച്ചു തരുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചുകൂടെ? വളരെ പതുക്കെയെങ്കിലും ആത്മാർത്ഥതയോടെ അവൾ ചോദിച്ചു. പെട്ടെന്നുള്ള ആ ചോദ്യം നിവേദിനെ അല്പം അത്ഭുതപ്പെടുത്തി. കയ്യിലുണ്ടായിരുന്ന പുസ്തകം പതിയെ ടേബിളിന്മേൽ വെച്ച് അവൻ അനാമികയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അഹങ്കാരമല്ല, മറിച്ച് ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്താനുള്ള നിഷ്കളങ്കമായ ആഗ്രഹമായിരുന്നു നിറഞ്ഞിരുന്നത്. അവന്റെ ചുണ്ടിൽ വളരെ നേർത്ത എന്നാൽ ഉള്ളിലെ വേദന മറച്ചുവെച്ച ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജീവിതം എല്ലാവർക്കും ഒരുപോലെ ലളിതമല്ല അനാമിക, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ചിലർക്ക് സ്വപ്നങ്ങൾ കാണാനാണ് സമയം ലഭിക്കുന്നത്. പക്ഷേ മറ്റു ചിലർക്ക് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പും രോഗവും മറികടന്ന് ഓരോ ദിവസവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വലിയൊരു പോരാട്ടം നടത്തേണ്ടി വരും. ഉള്ളിൽ ഇങ്ങനെ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ മുഖത്ത് ഗൗരവം തനിയെ വന്നു പോകും. ആ വാക്കുകൾ കേട്ട അനാമികയുടെ ഉള്ളിലൊന്ന് പിടഞ്ഞു. നിവേദ് വെറും ഒരു സാധാരണ അധ്യാപകനല്ലെന്ന് അവൾക്ക് തോന്നി. രോഗിയായ അമ്മയെയും പഠിക്കുന്ന അനിയത്തിയെയും സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന അവന്റെ ജീവിത സാഹചര്യം ആ വാക്കുകൾക്കിടയിലൂടെ അവൾ വായിച്ചെടുത്തു. ആഡംബരങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും താൻ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഈ ചെറുപ്പക്കാരൻ ചുമക്കുന്ന ഉത്തരവാദിത്തങ്ങളെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം അനാമികയുടെ മനസ്സിലെ ഒറ്റപ്പെടലിന്റെ കട്ടിയുറഞ്ഞ മഞ്ഞുപാളികൾ പതിയെ ഉരുകി തുടങ്ങി. നിവേദിനോട് അവൾക്കുണ്ടായിരുന്ന ബഹുമാനം അറിയാതെ മറ്റൊരു വികാരമായി വളരാൻ തുടങ്ങി. അത് പണത്തോടോ ബാഹ്യ സൗന്ദര്യത്തോടോ ഉള്ള ആകർഷണമല്ലായിരുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ പോരാടുന്ന ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനോട് അവളുടെ ഹൃദയത്തിൽ മുളച്ചു തുടങ്ങിയ പ്രണയത്തിന്റെ ആദ്യത്തെ വിത്തായിരുന്നു അത്. അന്ന് ആ പഠനമുറിയിൽ നിന്ന് നിവേദ് പുറത്തേക്കിറങ്ങുമ്പോൾ തങ്ങൾക്കിടയിലെ വലിയ സാമ്പത്തിക അകലത്തിന്റെ മുകളിലൂടെ ആരും കാണാതെ പ്രണയത്തിന്റെ നേർത്തൊരു പാലം പണയപ്പെടാൻ തുടങ്ങിയിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും അതിവേഗം കടന്നുപോയി. അതോടൊപ്പം ആ പഠനമുറിയുടെ അന്തരീക്ഷവും പതിയെ മാറി തുടങ്ങി. വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ ക്ലാസുകൾ കേവലം പുസ്തകത്താളുകളിലെ കണക്കു പഠനത്തിൽ മാത്രം ഒതുങ്ങാതെ രണ്ടു ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുന്ന നിമിഷങ്ങളായി മാറി. വലിയ ബംഗ്ലാവിന്റെ ഏകാന്തതയിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളുമില്ലാതെ തളർന്നു പോയ അനാമികക്ക് നിവേദിന്റെ ശാന്തമായ സാന്നിധ്യം വലിയൊരു ആശ്വാസമായി. ആദ്യമൊക്കെ കണക്കിലെ സംശയങ്ങൾ മാത്രം ചോദിച്ചിരുന്ന അവൾ പതിയെ തന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും മനസ്സിൽ അടക്കി വെച്ച സങ്കടങ്ങളും അവനുമായി പങ്കുവെക്കാൻ തുടങ്ങി. ബാല്യകാല ഓർമ്മകൾ, അച്ഛന്റെയും അമ്മയുടെയും തിരക്കുകൾ കാരണം തനിച്ചായി പോയ പിറന്നാളുകൾ, ആരും കേൾക്കാതെ സ്വന്തം മുറിയിൽ കരഞ്ഞു തീർത്ത രാത്രികൾ എല്ലാം അവൾ നിവേദിനോട് തുറന്നു പറഞ്ഞു. നിവേദ് പുസ്തകങ്ങളിൽ നിന്ന് കണ്ണുയർത്തി അതീവ ക്ഷമയോടെയും കരുതലോടെയും അവളുടെ ഓരോ വാക്കും കേട്ടിരുന്നു. ആത്മാർത്ഥത നിറഞ്ഞ ആ ശ്രദ്ധയും കരുതലും അനാമികയുടെ മനസ്സിന് പുതിയൊരു ജീവൻ നൽകി. തനിക്ക് ചുറ്റുമുള്ള പണത്തിന്റെ ലോകത്തേക്കാൾ വിലപ്പെട്ടത് ഈ മനുഷ്യന്റെ മനസ്സാണെന്ന് അവൾ ഓരോ ദിവസവും കൂടുതൽ വ്യക്തമായി തിരിച്ചറിഞ്ഞു. നിവേദിന്റെ മനസ്സിലും ആ ബന്ധം വലിയൊരു മാറ്റം വരുത്തി. ആദ്യമുണ്ടായിരുന്ന അകലവും ഭയവും പതിയെ അകന്നു. അനാമികയുടെ മുഖത്തെ ഓരോ ചെറിയ പുഞ്ചിരിയും അവന്റെ മനസ്സിന് സന്തോഷം പകരാൻ തുടങ്ങി. ദാരിദ്ര്യം നിറഞ്ഞ തന്റെ ജീവിതത്തിനിടയിൽ അവളോടൊപ്പം ചിലവഴിക്കുന്ന ആ ഒരു മണിക്കൂർ അവന്റെ ദിവസത്തിലെ ഏറ്റവും മനോഹരമായ സമയമായി മാറി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ആ മഴ പെയ്തിറങ്ങിയത്. അന്ന് വൈകുന്നേരം ട്യൂഷൻ സമയം കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ആകാശത്ത് കറുത്തിരുണ്ടിരുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയും ആരംഭിച്ചു. മഴ തോരാതെ നിൽക്കുന്നതിനാൽ നിവേദിന് ഉടൻ മടങ്ങാൻ കഴിഞ്ഞില്ല. മഴ ശമിക്കുന്നത് വരെ കാത്തിരിക്കാമെന്ന് കരുതി അവൻ അനാമികയുടെ മുറിയോട് ചേർന്നുള്ള വിശാലമായ ബാൽക്കണിയിലേക്ക് നടന്നു. കൈവരിയിൽ കൈകൾ ഊന്നി പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. താഴ്വരത്തിലെ മരങ്ങളും ബംഗ്ലാവിന്റെ പച്ചപ്പാർന്ന മുറ്റവും മഴയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച അവൻ നിശബ്ദമായി ആസ്വദിച്ചു. അപ്പോഴാണ് കയ്യിൽ ആവി പറക്കുന്ന ചൂട് ചായയുമായി അനാമിക അവിടേക്ക് വന്നത്. അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. സർ, ഈ തണുപ്പത്ത് ഈ ചൂട് ചായ കുടിക്കൂ, മൃദുസ്വരത്തിൽ അവൾ പറഞ്ഞു. നിവേദ് തിരിഞ്ഞു നോക്കി. ചായ വാങ്ങാനായി അവൻ കൈനീട്ടിയപ്പോൾ യാദൃശ്ചികമായി അവന്റെ വിരലുകൾ അനാമികയുടെ മൃദുലമായ വിരലുകളിൽ സ്പർശിച്ചു. ആ ചെറിയ സ്പർശനം തന്റെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർപ്പ് പായുന്നത് പോലെ തോന്നിച്ചു. ഒരു നിമിഷം അവർ രണ്ടുപേരും നിശ്ചലരായി. കണ്ണുകൾ പരസ്പരം ഉടക്കി. മഴയുടെയും കാറ്റിന്റെയും ശബ്ദങ്ങൾക്കിടയിലും സ്വന്തം ഹൃദയമിടിപ്പ് വ്യക്തമായി കേൾക്കുന്നത് പോലെ ഇരുവർക്കും അനുഭവപ്പെട്ടു. അനാമിക പതിയെ കണ്ണുകൾ താഴ്ത്തി. അവളുടെ നീണ്ട മിഴികളിൽ പറയാതെ വെച്ച പ്രണയത്തിന്റെ വെളിച്ചം തെളിഞ്ഞു നിന്നു. അവൾ പതിയെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളിലേക്ക് കൈനീട്ടി. ചെറിയൊരു വെള്ള കവറിലാക്കിയ ഒരു കത്ത് അവൾ നിവേദിന്റെ തോൾസഞ്ചിയിലെ പുസ്തകങ്ങൾക്കിടയിലേക്ക് ആരും കാണാതെ ഒളിപ്പിച്ചു. ഇത് ഇവിടെ വെച്ച് തുറക്കരുത്. വീട്ടിലെത്തി ആരും കാണാതെ വായിച്ചാൽ മതി.
നാണം കൊണ്ട് മുഖം ചുവന്ന് കവിളുകൾ തുടുത്ത് ഒന്നുകൂടി അവനെ നോക്കിയ ശേഷം അവൾ വേഗം അകത്തേക്ക് നടന്നു. നിവേദ് ഒരു നിമിഷം അവിടെ തന്നെ നിശ്ചലനായി നിന്നു. അവന്റെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി. മഴ അല്പം ശമിച്ചപ്പോൾ മനസ്സിൽ 1000 ചോദ്യങ്ങളുമായി നിവേദ് വീട്ടിലേക്ക് മടങ്ങി. ബസ്സിലിരുന്നപ്പോഴും വഴിയിലൂടെ നടന്നപ്പോഴും അവന്റെ ചിന്ത മുഴുവൻ ആ വെള്ളക്കവറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. വീട്ടിലെത്തിയ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവൻ തന്റെ ചെറിയ മുറിയിലേക്ക് കയറിയത്. സ്റ്റഡി ലാബിന്റെ നേർത്ത മഞ്ഞ വെളിച്ചത്തിൽ വിറക്കുന്ന കൈകളോടെ അവൻ തോൾസഞ്ചിയിൽ നിന്ന് ആ കത്ത് പുറത്തെടുത്തു. വളരെ ശ്രദ്ധയോടെ കവർ തുറന്നപ്പോൾ അതിനുള്ളിൽ മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതിയ അനാമികയുടെ വരികൾ അവന്റെ മുന്നിൽ തെളിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട നിവേദ് സാറിന്, എന്റെ ചുറ്റുമുള്ള പണത്തിന്റെ ആഡംബരങ്ങളെക്കാളും കൊട്ടാരം പോലുള്ള ഈ വീടിനേക്കാളും എനിക്കേറെ പ്രിയം നിങ്ങളുടെ ആത്മാർത്ഥതയും ലാളിത്യവുമാണ്. ജനിച്ച നാൾ മുതൽ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലിന് നിങ്ങളുടെ സാന്നിധ്യം നൽകിയ ആശ്വാസം വാക്കുകൾക്കതീതമാണ്. ഈ ഹൃദയം നിങ്ങൾക്കായി മാത്രം തുടിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. കണക്കിലെ സമവാക്യങ്ങൾ മാത്രമല്ല, എന്റെ ജീവിതത്തിലെ സങ്കടങ്ങളെയും നിങ്ങൾ ലളിതമാക്കി. പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ ലോകം പണിയാം. അവിടെ പണത്തിന്റെ തിളക്കമില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിന്റെ തണലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കത്തിന്റെ അവസാനത്തിൽ അവളുടെ ചെറിയൊരു ഒപ്പും അതിനരികിൽ വരച്ച ഒരു കുഞ്ഞു ഹൃദയ ചിഹ്നവും ഉണ്ടായിരുന്നു. കത്ത് വായിച്ചു തീർന്ന നിവേദിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവൻ ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു വശത്ത് തന്റെ ദാരിദ്ര്യവും രോഗിയായ അമ്മയും പഠിക്കുന്ന അനിയത്തിയുടെ ഉത്തരവാദിത്വവും അവനെ ഭയപ്പെടുത്തി. ശേഖരന്റെ പണവും സ്വാധീനവും ഒരു നാൾ തങ്ങളുടെ ജീവിതം തകർക്കുമെന്ന മുന്നറിയിപ്പ് അവന്റെ മനസ്സു നൽകി. പക്ഷെ ആ കത്തിലെ ഓരോ വാക്കിലും നിറഞ്ഞു നിന്ന അനാമികയുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് മുന്നിൽ അവന്റെ എല്ലാ ഭയങ്ങളും പതിയെ അലിഞ്ഞുപോയി. ഇത് ഒരു പണക്കാരി കുട്ടിയുടെ ക്ഷണികമായ തോന്നലല്ലെന്ന് അവൻ ഉറപ്പിച്ചു. തന്റെ സമ്പത്തിനെയോ സ്ഥാനമാനങ്ങളെയോ അല്ല, തന്റെ ലാളിത്യത്തെയും മനസ്സിനെയും സ്നേഹിച്ച ആ പെൺകുട്ടിയോടുള്ള തന്റെ അടക്കിവെച്ച പ്രണയവും തിരമാലകൾ പോലെ അവന്റെ ഹൃദയത്തിൽ ഇരമ്പിയുയർന്നു. ആ രാത്രി സ്റ്റഡി ലാബിന്റെ നേർത്ത വെളിച്ചത്തിൽ അനാമികയുടെ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിവേദ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സ്വപ്നം കണ്ടു തുടങ്ങി. കത്ത് വായിച്ച രാത്രിയിലെ ഉറക്കമില്ലാത്ത ചിന്തകൾക്കും ആശങ്കകൾക്കും ശേഷമാണ് അടുത്ത ദിവസം വൈകുന്നേരം നിവേദ് വീണ്ടും ശ്രീശൈലം ബംഗ്ലാവിലെത്തിയത്. പടവുകൾ കയറുമ്പോൾ അവന്റെ നെഞ്ചിൽ നേരിയ വെപ്രാളവും വല്ലാത്തൊരു നെഞ്ചെടുപ്പും ഉണ്ടായിരുന്നു. പതിവ് പോലെ പഠനമുറിയിലേക്ക് കടന്നപ്പോൾ അവിടെ അസാധാരണമായ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. മേശപ്പുറത്ത് പുസ്തകങ്ങൾ തുറന്നു വെച്ച് അനാമിക മാത്രം അവനെ കാത്തിരിക്കുകയായിരുന്നു. നിവേദിനെ കണ്ടതു മാത്രം അവൾ പതിയെ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് ഇന്നലെ നൽകിയ കത്തിന് എന്തു മറുപടിയായിരിക്കും ലഭിക്കുക എന്ന ആകാംക്ഷയും അതോടൊപ്പം ചെറിയൊരു ഭയവും അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മറുപടിക്കായി അവൾ നിശബ്ദമായി കാത്തുനിന്നു. നിവേദ് കുറച്ചുനേരം ഒന്നും സംസാരിച്ചില്ല. തോൾ സഞ്ചി മേശപ്പുറത്ത് വെച്ച ശേഷം അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. ആ നിമിഷം അധ്യാപകനും വിദ്യാർത്ഥിനിയും എന്ന ബന്ധത്തിന്റെ അതിർവരമ്പുകൾ മൗനമായി അലിഞ്ഞുപോയി. അവൻ മെല്ലെ അനാമികയുടെ വിറക്കുന്ന വിരലുകൾ തന്റെ കൈകളിൽ ചേർത്തു പിടിച്ചു. നിനക്കറിയാമോ അനാമിക, ഇടറിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്നത് 2 വ്യത്യസ്ത ലോകങ്ങളിലാണ്. എനിക്ക് നിനക്ക് തരാൻ വലിയ വീടോ ആഡംബരങ്ങളോ സമ്പത്തോ ഒന്നുമില്ല. എന്റെ കയ്യിലുള്ളത് രോഗിയായ അമ്മയും പഠിക്കുന്ന അനിയത്തിയും അവരുടെ ഉത്തരവാദിത്വങ്ങളും പിന്നെ നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഈ ഹൃദയവും മാത്രമാണ്. ഈ വ്യത്യാസങ്ങൾ ഒരു നാൾ നിന്നെ വേദനിപ്പിക്കുമോ എന്ന ഭയമാണ്. അവന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അനാമിക തന്റെ വിരൽ അവന്റെ ചുണ്ടുകളിൽ മെല്ലെ വെച്ചു. എനിക്ക് വേണ്ടത് പണമല്ല നിവേദ്, കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് വേണ്ടത് ഈ സ്നേഹവും കരുതലുമാണ്. കുട്ടിക്കാലം മുതൽ പണത്തിനിടയിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ അവിടെ എനിക്ക് സ്നേഹമോ സമാധാനമോ ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ സ്നേഹത്തിന്റെ തണലിൽ ജീവിക്കാനായാൽ അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ആ വാക്കുകളിലെ ആത്മാർത്ഥത നിവേദിന്റെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കി. അവൻ അനാമികയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. 2 ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിച്ച ആ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയായി മാറി. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പഠനമുറി പ്രണയത്തിന്റെ നിശബ്ദത സാക്ഷിയായി. പഠനത്തോടൊപ്പം അവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ചും സ്വപ്നം കാണാൻ തുടങ്ങി. ആരും സംശയിക്കാതിരിക്കാൻ അവർ വളരെ സൂക്ഷ്മത പാലിച്ചു. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ പുസ്തകങ്ങൾക്കിടയിൽ ചെറിയ പ്രണയക്കുറിപ്പുകൾ കൈമാറുന്നത് അവരുടെ പതിവായി. അനാമികയുടെ പ്രണയം നിവേദിന് പുതിയൊരു ലക്ഷ്യം നൽകി. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നത്തിലേക്ക് ചുവടുവെക്കാനും അവർ തീരുമാനിച്ചു. രാത്രിയിൽ സ്റ്റഡി ലാബിന്റെ വെളിച്ചത്തിൽ മണിക്കൂറുകളോളം പഠിക്കുമ്പോഴെല്ലാം അനാമികയുടെ മുഖവും അവളുടെ വിശ്വാസം നിറഞ്ഞ വാക്കുകളും അവന് ശക്തിയായി. മറുവശത്ത് കണക്കിനെ ഭയന്നിരുന്ന അനാമികയും ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് തയ്യാറായി. പരീക്ഷ കഴിഞ്ഞാൽ കാര്യങ്ങൾ തുറന്നു പറയാമെന്നും നിവേദ് നല്ലൊരു ജോലി നേടിയ ശേഷം
ശേഷം വീട്ടുകാരുടെ സമ്മതം വാങ്ങാമെന്നും അവർ തീരുമാനിച്ചു. എന്നാൽ വിധി അവർക്കായി മറ്റൊരു കഥ എഴുതി വച്ചിരുന്നു. പരീക്ഷകൾ അടുത്തെത്തിയ ദിവസങ്ങളിൽ പതിവ് പോലെ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് അനാമിക ചില റഫറൻസ് പുസ്തകങ്ങൾ നിവേദിന് നൽകി. ആ പുസ്തകത്തിന്റെ താളുകൾക്കിടയിൽ അവൾ ഒളിപ്പിച്ചു വച്ചിരുന്ന ചെറിയൊരു കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ നിവേദ്, എത്ര പ്രതിസന്ധികൾ വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷെ ആ പ്രണയക്കുറിപ്പിനേക്കാൾ വലിയൊരു കൊടുങ്കാറ്റ് ആ വീടിന് പുറത്ത് കാത്തുനിന്നിരുന്നു. ബിസിനസ് യാത്ര കഴിഞ്ഞ് അപ്രതീക്ഷിതമായി നേരത്തെ വീട്ടിലെത്തിയ ശേഖരൻ ഹാളിലൂടെ മകളുടെ പഠനമുറിയിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് നിവേദിന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളും അവ പെട്ടെന്ന് കൈമാറുന്ന അനാമികയുടെ പരിഭ്രമവും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അനുഭവസമ്പന്നനായ ഒരു ബിസിനസ്സുകാരന് ആ ചെറിയ മാറ്റം പോലും മറഞ്ഞില്ല. നിവേദ് പുറത്തേക്കിറങ്ങിയ ഉടൻ ശേഖരൻ മകളുടെ മുറിയിലേക്ക് കയറിച്ചെന്നു. മേശയും പുസ്തകങ്ങളും പരിശോധിച്ചു കൊണ്ടിരുന്ന അയാളുടെ കണ്ണുകൾ ഒടുവിൽ സ്റ്റഡി ടേബിളിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചിരുന്ന കത്തുകളിലും പ്രണയക്കുറിപ്പുകളിലും പതിഞ്ഞു. ഓരോ വരിയും വായിച്ചു തീരുന്തോറും ശേഖരന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തു. സ്വന്തം മകൾ ഒരു സാധാരണ ട്യൂഷൻ അധ്യാപകനായ ദരിദ്രനെ സ്നേഹിക്കുന്നു എന്ന സത്യം അയാളുടെ അഹങ്കാരത്തിന് താങ്ങാനാകാത്ത ആഘാതമായിരുന്നു. ആ രാത്രി മുഴുവൻ ശേഖരന്റെ മനസ്സിൽ ഒരേ ഒരു തീരുമാനം മാത്രം രൂപപ്പെട്ടു: ആ പ്രണയം ഏത് വില കൊടുത്തും അവസാനിപ്പിക്കണം. അടുത്ത ദിവസം വൈകുന്നേരം പതിവ് പോലെ ട്യൂഷൻ എടുക്കാനായി നിവേദ് ശ്രീശൈലം ബംഗ്ലാവിലേക്ക് എത്തി. എന്നാൽ അന്ന് ആ വീടിന്റെ അന്തരീക്ഷം പതിവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. മുറ്റത്ത് നിറഞ്ഞു നിന്നിരുന്ന നിശബ്ദത പോലും എന്തോ ഒരു അപകടത്തിന്റെ സൂചന പോലെ തോന്നി. വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറാനൊരുങ്ങിയ നിവേദിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ശേഖരൻ നടന്നു വന്നു. അയാൾക്കൊപ്പം ബോഡി ഗാർഡുകളായി നിന്ന 3-4 കൂറ്റൻ മനുഷ്യരും ഉണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകാതെ നിവേദ് അവരെ നോക്കി നിന്നു. നീയാണോ നിവേദ്? ശേഖരന്റെ ശബ്ദം പകയും പുച്ഛവും നിറഞ്ഞതായിരുന്നു. അതെ സാർ, നിവേദ് ശാന്തമായ മറുപടി പറഞ്ഞു. മറുപടി കേട്ടതും ശേഖരൻ അവന്റെ ഷർട്ടിന്റെ കോളറിൽ ആഞ്ഞു പിടിച്ചു. ധൈര്യമുണ്ടല്ലോ, എന്റെ മകളെ പ്രണയിച്ച് എന്റെ കുടുംബത്തിന്റെ അന്തസ് തകർക്കാൻ നോക്കുകയാണോ? പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ നിവേദ് ഞെട്ടിപ്പോയി. സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശേഖരന്റെ കൈ അവന്റെ കവിളിൽ പതിച്ചു. ആ അടിയുടെ ശബ്ദം ആ പരിസരത്തെ നിശബ്ദത കീറിമുറിച്ചു. ഒരു പിച്ചക്കാരന്റെ മകന് എന്റെ മകളെ സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ല. ദാരിദ്ര്യം മാറ്റാൻ എന്റെ മകളെ ഉപയോഗിക്കാമെന്നാണ് കരുതിയത്? റോഡിലൂടെ കടന്നു പോകുന്നവർ കൗതുകത്തോടെ അവിടേക്ക് നോക്കി നിന്നു. അപമാനത്തിൽ നിവേദിന്റെ തല താഴ്ന്നു. ശേഖരൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളും തോൾസഞ്ചിയും പിടിച്ചു പറിച്ച് റോഡരികിലെ ചെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണോ നിന്റെ സ്വപ്നം? ഈ പുസ്തകങ്ങളാണോ നിന്നെ എന്റെ നിലയിലേക്ക് എത്തിക്കുക? ആ സമയം 1-ാം നിലയിലെ ജനലിലൂടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന അനാമിക നിയന്ത്രണം വിട്ട് നിലവിളിച്ചു. അച്ഛാ, നിവേദ് സാറിന് ഒന്നും ചെയ്യരുത് അച്ഛാ, പ്ലീസ്. അവൾ താഴേക്ക് ഓടിയിറങ്ങാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ജീവനക്കാർ അവളെ തടഞ്ഞു. എന്നെ വിടൂ, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണം. അവൾ എത്ര യാചിച്ചിട്ടും ആരുടെയും മനസ്സ് അലിഞ്ഞില്ല. ഒടുവിൽ അവളെ ബലമായ മുറിയിലേക്ക് കൊണ്ടുപോയി പുറത്തുനിന്നു പൂട്ടി. ജനലിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിവേദിനെ നോക്കുന്ന അനാമികയെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം നുറുങ്ങി. എന്നിട്ടും അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം തന്റെ പ്രണയത്തെക്കാൾ വലുതായിരുന്നു അവന് തന്റെ ആത്മാഭിമാനവും കുടുംബത്തിന്റെ സുരക്ഷയും. ശേഖരൻ വീണ്ടും അവന്റെ അടുത്തേക്ക് ചെന്ന് ചെവിക്കരികിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു: ഇനി ഒരിക്കലും ഈ വീടിന്റെ പരിസരത്ത് നിന്നെ കണ്ടാൽ നിന്റെ രോഗിയായ അമ്മയെയും പഠിക്കുന്ന അനിയത്തിയെയും ജീവനോടെ കാണാൻ കഴിയില്ല. ഈ ശേഖരൻ പറഞ്ഞാൽ അത് നടക്കും. ആ ഭീഷണി കേട്ട നിമിഷം നിവേദിന്റെ ശരീരം വിറച്ചു. സ്വന്തം അപമാനം സഹിക്കാമായിരുന്നു, പക്ഷേ അമ്മയുടെയും അനിയത്തിയുടെയും ജീവൻ അപകടത്തിലാക്കാൻ അവന് കഴിയുമായിരുന്നില്ല. വിറക്കുന്ന കൈകളോടെ അവൻ ചെളിയിൽ വീണ പുസ്തകങ്ങൾ ഓരോന്നായി എടുത്ത് തോൾസഞ്ചിയിലാക്കി. അവസാനമായി ഒരിക്കൽ മുകളിലേക്ക് നോക്കി. ജനലഴിക്കുള്ളിൽ നിന്ന് കണ്ണീരിൽ മുങ്ങി തന്നെ നോക്കുന്ന അനാമിക. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് പ്രണയവും നിസ്സഹായതയും ഒരുപോലെയായിരുന്നു. നിവേദ് ഒന്നും പറഞ്ഞില്ല. പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഒരു നേർത്ത പുഞ്ചിരിയോടെ അവളെ നോക്കി. ആ പുഞ്ചിരിക്കുള്ളിൽ തന്റെ എല്ലാ വേദനയും ഒളിപ്പിച്ചിരുന്നു. ശേഷം പതിയെ തിരിഞ്ഞു നടന്നു. ഓരോ ചുവടും അവന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നത് പോലെയായിരുന്നു. പിന്നിൽ അനാമികയുടെ കരച്ചിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മുന്നിൽ ജീവിതത്തിന്റെ നീണ്ട പോരാട്ടവും. ആ ദിവസം സാമ്പത്തിക അസമത്വത്തിന്റെ ക്രൂരമായ മതിൽ അവരുടെ പ്രണയത്തെ വേർപ്പെടുത്തിയെങ്കിലും അവരുടെ ഹൃദയങ്ങളെ വേർതിരിക്കാൻ അതിന് കഴിഞ്ഞില്ല. കാരണം യഥാർത്ഥ പ്രണയം അകരം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതൊരു കാത്തിരിപ്പായി മാറുകയാണ്. ശേഖരന്റെ വീടിന് മുന്നിൽ വെച്ച് അനുഭവിച്ച അപമാനവും ഭീഷണിയും നിവേദിന്റെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത മുറിവായി പതിഞ്ഞു. പക്ഷേ ആ മുറിവ് അവനെ തളർത്തിയില്ല. മറിച്ച് അവനിലെ ആത്മാഭിമാനത്തെയും പോരാട്ട വീര്യത്തെയും കൂടുതൽ ശക്തമാക്കി. ആ ദിവസം അവൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു. പണമില്ലാത്തതിന്റെ പേരിൽ ഇനി ഒരിക്കലും ആരുടെയും മുന്നിൽ തലകുനിക്കില്ല. പ്രണയത്തെ സ്വന്തമാക്കാനുള്ള ഒരേ ഒരു വഴി സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു നിൽക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. അമ്മയെയും അനിയത്തിയെയും സുരക്ഷിതരാക്കാനും അനാമികക്ക് നൽകിയ വാക്ക് പാലിക്കാനും ഇനി അവന്റെ ആയുധം പുസ്തകങ്ങൾ മാത്രമായിരുന്നു. അന്നു മുതൽ നിവേദിന്റെ ജീവിതം കഠിനാധ്വാനത്തിന്റെ പര്യായമായി. പകൽ കോളേജും ട്യൂഷനും, രാത്രി സിവിൽ സർവീസ്
പഠനവും ഉറക്കമില്ലാത്ത രാത്രികളും വിശപ്പും മറന്ന പകലുകളും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി. MSc മാത്തമാറ്റിക്സിൽ സർവകലാശാല 1ാം റാങ്കോടെ വിജയിച്ചെങ്കിലും അതൊന്നും അവനെ തൃപ്തിപ്പെടുത്തിയില്ല. നഗരത്തിലെ ഒരു ചെറിയ കോച്ചിംഗ് സെന്ററിൽ അധ്യാപകനായി ജോലി ചെയ്ത് കുടുംബത്തിന്റെ ചെലവുകൾ നിറവേറ്റിക്കൊണ്ട് ഒഴിവു സമയമെല്ലാം അവൻ സിവിൽ സർവീസ് തയ്യാറെടുപ്പിനായി മാറ്റിവെച്ചു. മാസങ്ങൾ വർഷങ്ങളായി മാറി. പുസ്തകങ്ങൾക്കിടയിൽ ജീവിച്ച ആ 4 വർഷത്തിനിടെ അവന്റെ കണ്ണുകൾക്ക് ചുറ്റും ഉറക്കമില്ലായ്മയുടെ കറുത്ത വലയങ്ങൾ രൂപപ്പെട്ടു. എങ്കിലും അവന്റെ മനസ്സിലെ വെളിച്ചം കെടുത്താനായില്ല. ഓരോ തവണ ക്ഷീണിച്ച് പുസ്തകം അടക്കാൻ തോന്നുമ്പോഴും അനാമികയുടെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങുമായിരുന്നു. നിങ്ങൾ വിജയിക്കും, ഞാൻ കാത്തിരിക്കും. ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു വീണ്ടും പുസ്തകം തുറക്കാൻ, വീണ്ടും സ്വപ്നം കാണാം, വീണ്ടും പോരാടാൻ. മറുവശത്ത് അനാമികയുടെ ജീവിതം പതിയെ ഒരു ജീവനുള്ള തടവറയായി മാറുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ശേഖരൻ അവളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കി. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. പുറത്തു പോകുന്നതിനും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. വീടിന്റെ ഓരോ കോണിലും സുരക്ഷാ ജീവനക്കാരുടെ നിരീക്ഷണം. വിശാലമായ ആ കൊട്ടാരത്തിനുള്ളിൽ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. എന്നാൽ അവളുടെ മനസ്സിനെ തടവിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നിവേദിന്റെ സ്നേഹം അവളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ ദൂരെയായിരുന്നെങ്കിലും അവന്റെ സാമീപ്യം ഓരോ നിമിഷവും അവൾ അനുഭവിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷാഫലം വന്നപ്പോൾ അനാമിക ഉജ്ജ്വല വിജയം നേടി. മകളുടെ വിജയം കണ്ട ശേഖരൻ സന്തോഷിച്ചെങ്കിലും അയാളുടെ മനസ്സിൽ മറ്റൊരു പദ്ധതിയായിരുന്നു. എത്രയും വേഗം അവളെ സമ്പന്നമായ ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിക്കണം. അങ്ങനെ നഗരത്തിലെ പ്രമുഖ വ്യവസായ കുടുംബങ്ങളിൽ നിന്ന് വിവാഹാലോചനകൾ എത്തിത്തുടങ്ങി. ഓരോ ദിവസവും പുതിയ ഫോട്ടോകൾ, പുതിയ ആലോചനകൾ, പുതിയ സമ്മർദ്ദങ്ങൾ. പക്ഷെ അനാമികയുടെ മറുപടി എല്ലായ്പ്പോഴും ഒന്ന് തന്നെയായിരുന്നു: എനിക്ക് വിവാഹം കഴിക്കാനാവില്ല. ഒരു ദിവസം ശേഖരൻ ക്ഷമ നഷ്ടപ്പെട്ടു. ആ പാവപ്പെട്ടവൻ നിന്നെ മറന്നിട്ടുണ്ടാകും. നീ ഇപ്പോഴും അവനെ കാത്തിരിക്കുകയാണോ? അനാമിക പതിയെ അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിൽ അചഞ്ചലമായ ഉറച്ച മനസ്സുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ പൂട്ടിയിടാം, എന്നെ ഉപദ്രവിക്കാം, വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യാം. പക്ഷേ മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ ഒരു നിമിഷം നിർത്തി. ഞാൻ കാത്തിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായി സ്നേഹമെന്നത് എന്താണെന്ന് പഠിപ്പിച്ച മനുഷ്യന് വേണ്ടിയാണ്. അദ്ദേഹം വരും, എനിക്ക് ആ വിശ്വാസമുണ്ട്. ആ വാക്കുകൾ കേട്ട് ശേഖരൻ മിണ്ടാതെയായി. ഭീഷണികൾക്കും നിർബന്ധങ്ങൾക്കും അവളുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല. ജനലിനരികിൽ ഇരുന്ന് മഴ പെയ്യുന്നത് നോക്കുക എന്നത് അനാമികയുടെ ദിനചര്യയായി. ഓരോ മഴത്തുള്ളിയിലും അവൾ നിവേദിനെ ഓർത്തു. ഓരോ പ്രഭാതത്തിലും അവൻ എവിടെയോ ഇരുന്ന് തന്റെ സ്വപ്നത്തിനായി പോരാടുകയാണെന്ന് അവൾ വിശ്വസിച്ചു. 4 വർഷങ്ങൾ, നീണ്ട വിരഹത്തിന്റെ 4 വർഷങ്ങൾ. അവർ തമ്മിൽ കണ്ടില്ല, സംസാരിച്ചില്ല, ഒരു കത്ത് പോലും കൈമാറിയില്ല. എന്നിട്ടും അവരുടെ പ്രണയം ഒരു നിമിഷം പോലും കുറഞ്ഞില്ല. അകലങ്ങൾ വർദ്ധിക്കുന്തോറും ഹൃദയങ്ങൾ കൂടുതൽ അടുത്തു. ഒരാൾ വിജയത്തിനായി പോരാടി, മറ്റൊരാൾ ആ വിജയത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു. കൊടുങ്കാറ്റ് എത്ര ശക്തമായാലും അതിനുശേഷം ഒരു പുലരി ഉണ്ടാകുമെന്ന വിശ്വാസമായിരുന്നു ആ 2 ഹൃദയങ്ങളെയും ജീവനോടെ നിലനിർത്തിയത്. 4 വർഷങ്ങൾ കടന്നുപോയിരുന്നു. കാലം പലതും മാറ്റിയിരുന്നു. ഒരു കാലത്ത് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരിൽ നഗരം വിറച്ചിരുന്ന ശേഖരന്റെ ജീവിതത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും ജീവനക്കാരുടെ തട്ടിപ്പുകളും കമ്പനിയെ തകർച്ചയുടെ വക്കിലെത്തിച്ചു. സർക്കാർ അന്വേഷണം ആരംഭിച്ചതോടെ ശേഖരന്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു വീഴാൻ തുടങ്ങി. അതേസമയം ആ ജില്ലയിലേക്ക് പുതിയൊരു ജില്ലാ കളക്ടർ ചുമതലയേറ്റിരുന്നു. അഴിമതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച ആ യുവ ഉദ്യോഗസ്ഥൻ ശേഖരന്റെ കമ്പനിയെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. എങ്ങനെയെങ്കിലും തന്റെ സ്ഥാപനം രക്ഷിക്കണമെന്ന ആഗ്രഹത്തിൽ ശേഖരൻ പുതിയ കളക്ടറെ നേരിൽ കാണാൻ സമയം ചോദിച്ചു. അന്ന് രാവിലെ ഒരു കാലത്ത് തല ഉയർത്തി മാത്രം നടന്നിരുന്ന ശേഖരൻ ജീവിതത്തിൽ ആദ്യമായ ഭയത്തോടെയാണ് കളക്ടറേറ്റിന്റെ പടികൾ കയറിയത്. ഓഫീസ് ജീവനക്കാരൻ വഴി കാണിച്ചു കൊടുത്ത വലിയ ഗ്ലാസ് വാതിലിന് മുന്നിൽ അയാൾ ഒരു നിമിഷം നിന്നു. വാതിലിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് ജില്ലാ കളക്ടർ. വാതിൽ മെല്ലെ തുറന്ന് ശേഖരൻ അകത്തേക്ക് കടന്നു. വിശാലമായ മുറിയുടെ നടുവിൽ വലിയ എക്സിക്യൂട്ടീവ് കസേരയിലിരുന്ന് ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. സർ, ഞാൻ ശേഖരനാണ്, ഇടറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ഒരു കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചിരുന്നു. ആ ശബ്ദം കേട്ട് കസേര പതിയെ തിരിഞ്ഞു. മുന്നിൽ കണ്ട മുഖം ശേഖരന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. അയാളുടെ കൈകൾ വിറച്ചു, ചുണ്ടുകൾ വരണ്ടുണങ്ങി. മുന്നിൽ നിന്നത് മറ്റാരുമല്ല, 4 വർഷം മുമ്പ് സ്വന്തം ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിൽ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അപമാനിച്ച് ഇറക്കിവിട്ട ആ ദരിദ്രനായ ട്യൂഷൻ അധ്യാപകൻ നിവേദ്. പക്ഷേ ഇന്ന് അവൻ പഴയ നിവേദായിരുന്നില്ല. അലക്കിത്തേച്ച ഔദ്യോഗിക വസ്ത്രം, തോളിൽ ദേശീയ ചിഹ്നം, മുഖത്ത് ആത്മവിശ്വാസം. ഒരു ജില്ലയുടെ ഭരണ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ. ശേഖരന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. നിവേദി എഴുന്നേറ്റ് പുഞ്ചിരിയോടെ പറഞ്ഞു, ഇരിക്കൂ ശേഖരൻ സാർ. ആ പുഞ്ചിരിയിൽ പകയോ പ്രതികാരമോ ഉണ്ടായിരുന്നില്ല. ഭയപ്പെടേണ്ട, പഴയ കാര്യങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങളുടെ കമ്പനി നിയമപരമായി അർഹിക്കുന്ന എല്ലാ അവസരവും ലഭിക്കും.
തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. ആ വാക്കുകൾ ശേഖരന്റെ മനസ്സിൽ ഇടിമിന്നൽ പോലെ പതിച്ചു. നിവേദ് കുറച്ചുനേരം മൗനമായി നിന്നു. ശേഷം വളരെ ശാന്തമായി പറഞ്ഞു, പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് ചോദിക്കാനുണ്ട്. അവന്റെ കണ്ണുകൾ നേരെ ശേഖരന്റെ കണ്ണുകളെ തേടി. 4 വർഷം മുമ്പ് ഞാൻ അനാമികക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. ഒരു സാധാരണ ട്യൂഷൻ അധ്യാപകനായിട്ടല്ല, അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി തിരികെ വരുമെന്ന്. അവൻ ഒരു നിമിഷം നിർത്തി. ഇന്ന് ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. എനിക്ക് അനാമികയെ കാണണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ശേഖരന്റെ തല സ്വയം താഴ്ന്നു. ഒരിക്കൽ ദാരിദ്ര്യത്തിന്റെ പേരിൽ അപമാനിച്ച യുവാവിന്റെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത് പരാജയപ്പെട്ട ഒരു അഹങ്കാരിയായിരുന്നു. ആ നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു, പണത്തേക്കാൾ വലിയ സമ്പത്ത് അധ്വാനമാണ്, സ്ഥാനത്തേക്കാൾ വലിയ ശക്തി ആത്മാർത്ഥതയാണ്. അന്ന് വൈകുന്നേരം 4 വർഷം മുമ്പ് അപമാനിച്ച് ഇറക്കിവിട്ട അതേ ബംഗ്ലാവിന്റെ ഗേറ്റ് പതിയെ തുറന്നു. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം അകത്തേക്ക് പ്രവേശിച്ചു. മുകളിലെ ബാൽക്കണിയിൽ നിന്നിരുന്ന അനാമിക ആ വാഹനം കണ്ടു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ആളെ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. നിവേദ്. 4 വർഷമായി ഹൃദയത്തിൽ മാത്രം ജീവിച്ചിരുന്ന ആ പേര് അവളുടെ ചുണ്ടുകളിൽ വിറച്ചിറങ്ങി. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ആളെ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. അടുത്ത നിമിഷം അവൾ പടികൾ ഇറങ്ങി ഓടി. നിവേദും അവളുടെ നേരെ നടന്നു. രണ്ടുപേരും പരസ്പരം അടുത്തെത്തിയപ്പോൾ ഒരു നിമിഷം പോലും മടിച്ചില്ല. അവർ പരസ്പരം ചേർന്നു പിടിച്ചു. 4 വർഷത്തെ വിരഹം, കാത്തിരിപ്പ്, കണ്ണീർ, അപമാനം എല്ലാം ആ ഒരൊറ്റ ആലിംഗനത്തിൽ അലിഞ്ഞു ചേർന്നു. അനാമികയുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചുകൊണ്ട് നിവേദ് പറഞ്ഞു, നമ്മൾ ജയിച്ചു അനാമിക. കണ്ണീരിനിടയിലൂടെ അവൾ പുഞ്ചിരിച്ചു. എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. ഉമ്മറത്ത് തലകുനിച്ച് നിന്ന ശേഖരൻ ആ കാഴ്ച നോക്കി. അയാളുടെ കണ്ണുകളിലും കണ്ണീർ നിറഞ്ഞു. അത് പരാജയത്തിന്റെ കണ്ണീരായിരുന്നില്ല, സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ ഒരു അച്ഛന്റെ പശ്ചാത്താപമായിരുന്നു. ആകാശത്ത് അസ്തമയ സൂര്യൻ സ്വർണ്ണ നിറം വിതറിയപ്പോൾ ഒരിക്കൽ സാമ്പത്തിക അസമത്വം വേർതിരിച്ച 2 ഹൃദയങ്ങൾ വീണ്ടും ഒന്നായി. അവരുടെ പ്രണയം വിജയിച്ചത് പണത്തിന്റെ ബലത്തിൽ അല്ല, പകയുടെ ശക്തിയിലും അല്ല, വിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥമായ സ്നേഹത്തിന്റെയും ശക്തിയിലൂടെയായിരുന്നു. അവസാനം യഥാർത്ഥ പ്രണയം ഒരിക്കലും തോൽക്കില്ല. അത് ചിലപ്പോൾ വൈകിയെത്തും, പക്ഷെ അർഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് അത് തീർച്ചയായും മടങ്ങിയെത്തും.